എനിക്ക് അഭിമുഖത്തെ വർത്തകവും മഹാനവர்கள் എന്നെ വിളിച്ച് നീ ഞങ്ങളുടെ കൂടെ സദസ്സയിൽ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ എനിക്ക് കരുതുന്നത് എതിരായിരുന്നു നിന്നോട് ഞങ്ങളെ തമ്മിൽ ആ വ്യക്തിക്കാരത്തിന്റെ സമസ്തന്റെ ഇതിൽ നല്ലൊരു പിളർപ്പ് നടന്നു അല്ലേ? സൗഭാഗ്യകരമായ ഒരു പിളർപ്പ് എന്നാണ് ഞാൻ അതിനെ പറ്റി വിശ്വസിക്കുന്നത്. ചില ആൾക്കാരൊക്കെ എന്ത് പറയും, ദൗർഭാഗ്യകരമായ പിളർപ്പ് എന്ന് പറയും. ഓന് വിവരത്തെ പറ്റി ഒന്നും അറിയാത്തതുകൊണ്ടാണ്. സൗഭാഗ്യകരമായ പിളർപ്പാണോ അല്ലേ? അല്ലാഹു റബ്ബി, ഈ പിളർപ്പ് ഉണ്ടായതുകൊണ്ട് എത്ര ഗുണമായി നിങ്ങൾ വിചാരിച്ചു? വർത്തകവും മഹാനവர்கள் എന്നെ വിളിച്ച് നീ ഞങ്ങളുടെ കൂടെ സദസ്സയിൽ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ എനിക്ക് കരുതുന്നത് എതിരായിരുന്നു നിന്നോട് ഞങ്ങളെ തമ്മിൽ ആ വ്യക്തിക്കാരന്റെ പിളർപ്പുണ്ടായി. അതിപ്പോ അള്ളാഹു തരം പിളർപ്പുണ്ടാക്കിയാൽ നമ്മൾ ബേജാറായിട്ട് കാര്യമില്ല. ഉണ്ടോ? അതാത് കാലത്ത് ദീൻ ശക്തിപ്പെടാൻ അള്ളാഹു ഒരു വഴി ഉണ്ടാക്കി അല്ലേ? കേരളത്തിൽ സുന്നത്തി ജമാഅത്താകുന്ന പന്ത് രണ്ടാളെടുത്ത് കൊടുത്തു. ഒന്ന് ഈക്കസ്ഥാൻ്റെ എടുത്തു, ഒന്ന് എപ്പിസ്ഥാൻ്റെ എടുത്തു അല്ലേ? കേരളം ഒരു ഗ്രൗണ്ടിൽ എല്ലാവരും കളി തുടങ്ങിയപ്പോ നമ്മളെന്തായി? നമ്മളിപ്പോ കളിച്ചിങ്ങാണ്ട് ഞാൻ പറഞ്ഞത് നേരത്തെ വർത്തകവും മഹാനവர்கள் എന്നെ വിളിച്ച് നീ ഞങ്ങളുടെ കൂടെ സദസ്സയിൽ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ എനിക്ക് കരുതുന്നത് എതിരായിരുന്നു നിന്നോട് ഞങ്ങളെ തമ്മിൽ ആ വ്യക്തിക്കാരന്റെ എല്ലാ അവിയൽ മുന്നണിയും കൂടിയ മുതലക്കൊള മൈതാനിയിലാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ നിയമം ലംഘിച്ചത് APO EKO? അവിടെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. AP ഉസ്താദ് ആ നിയമം ലംഘിച്ചിട്ടില്ല, പക്ഷെ എന്നിട്ടും ഭിന്നിച്ചിട്ടില്ല. പിന്നീട് കുറച്ചും കൂടെ മുന്നോട്ട് പോയി. അപ്പോഴേക്ക് പിന്നെ ഓരോ സ്റ്റേറ്റ്മെന്റ് ഇറക്കാൻ തുടങ്ങി. ഒരു സ്റ്റേറ്റ്മെന്റിൽ അവസാനം പറഞ്ഞു വന്നത് ലീഗും ദീനും ഒന്നാണ് എന്ന്. കാരവൽ പത്രത്തിൽ ഒന്ന് റിപ്പോർട്ടിന്റെ കയ്യിലുണ്ട്. അത് കൂടിയോന്ന് തോന്നിയപ്പോ പിറ്റേന്ന് തിരുത്തി ലീഗും ദീനും ഒന്നാണ് എന്നല്ല, രണ്ടല്ല എന്നാണ് ശേഖുന പറഞ്ഞത്. അങ്ങനെയുണ്ട് 2, 3, 5 എന്നല്ല. വർത്തകവും മഹാനവர்கள் എന്നെ വിളിച്ച് നീ ഞങ്ങളുടെ കൂടെ സദസ്സയിൽ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ എനിക്ക് കരുതുന്നത് എതിരായിരുന്നു നിന്നോട് ഞങ്ങളെ തമ്മിൽ ആ വ്യക്തിക്കാരന്റെ ഈക്കെന്റെ മറുപടി പിന്നെ പോകാം, വേണ്ടതുപോലെ സുഖമില്ലാതെ. നല്ല നെയ്യ് പൊരിച്ച മലയാളത്തിൽ മൂപ്പര് പറഞ്ഞു, വേണ്ടതുപോലെ സുഖമില്ല, പിന്നെ പോകാം. പിന്നീട് ഈ അബൂബക്കർ മുസ്ലിയാരെ നമ്മൾ കാണുന്നത് കോഴിക്കോട് മാനയഞ്ചിറ മൈതാനിയിൽ. നിങ്ങൾ നോക്കൂ, മുജാഹിദ് ജമാഅത്ത് പോലുള്ള എല്ലാ അലവരാദികളൊപ്പുള്ള വേദിയിലാണ്. എത്ര സങ്കടമായി! സിറാജ് പത്രം പ്രകാശനം ചെയ്തില്ലേ? വർത്തകവും മഹാനവர்கள் എന്നെ വിളിച്ച് നീ ഞങ്ങളുടെ കൂടെ സദസ്സയിൽ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ എനിക്ക് കരുതുന്നത് എതിരായിരുന്നു നിന്നോട് ഞങ്ങളെ തമ്മിൽ ആ വ്യക്തിക്കാരന്റെ കളമ്പാടി മഹമൂദിയാർക്ക് കാറ് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ട് മൂപ്പർ സമ്മതിച്ചില്ല. കാറ് ഷോക്കേസിലെത്താണല്ലോ. ആർക്കാ കാറ് മൊബൈലൊക്കെ ആർക്കാണ് ആവശ്യമുള്ളവർക്കല്ലേ? അല്ല, കാറ് വാങ്ങിയാൽ എണ്ണ വാരേണ്ടി വരൂലേ?
എണ്ണ വാരിയിലൊരുക്കി ഓടുണ്ടെങ്കിലല്ലേ എണ്ണ വാരിയ. ഒരു ഓട്ടം ഇല്ലാത്ത ഒരു പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന മുക്കരിക്കാക്ക് എന്തിനാ കാറ്? ഒരു ദർസി എടുക്കുന്ന മൂല്യം ആ ദർസി എനിക്ക് അഭിമുഖത്തെ വർത്തകവും മഹാനവர்கள் എന്നെ വിളിച്ചു, നീ ഞങ്ങളുടെ കൂടെ സദസ്സയിൽ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ എനിക്ക് കരുതുന്നത് എതിരായിരുന്നു നിന്നോട് ഞങ്ങളെ തമ്മിൽ ആ വ്യക്തിക്കാരുടെ APS അവസ്ഥയിൽ പുറത്താക്കണമെന്ന് ഈക്കയോട് സ്വകാര്യം പറഞ്ഞു. ഞങ്ങൾക്ക് ഒരുപാട് വിഷയം പറയാനുണ്ട്. ഇപ്പോൾ ഇവിടെ എനിക്ക് സമയമില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറയില്ല. നമുക്ക് പെർമിറ്റിംഗ് സന്ദർഭം കണക്കുണ്ടല്ലോ, അതുകൊണ്ട് പറയുന്നില്ല. പിന്നെയോ ഈക്കയോ മുസ്ലിയാർ ഒരു കാലത്ത് ചെറിയ പ്രസംഗകനായിരുന്ന എന്നെ വിളിച്ച് ഈ സുന്നത്യമാത്തിന്റെ കാര്യം അവിടെയൊക്കെ പറയുന്നതായിട്ട് സന്തോഷമുണ്ടെന്ന് നാസിർ വിളിച്ച ആളാണ്. എന്നാൽ അതേ ഈക്കയോ മുസ്ലിയാർ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞ് എന്റെ ജോലികൊണ്ട് ഞാൻ കേട്ടു, അവനിപ്പോ വഹാബികൾക്കെതിരെ ഒരു റെഡിമെയ്ഡ് പ്രസംഗം കൊണ്ട് നടക്കുകയാണ് എന്ന് മുജാഹിദിനെ പ്രസംഗിക്കുന്നതിനെതിരായി ഈ കെയുടെ നാവിൽ എന്ന് പറഞ്ഞ വാക്ക് എന്റെ കാത് കൊണ്ട് ഞാൻ നേരിൽ കേട്ടതിരിക്കുന്നു ഓർമ്മയുണ്ട്. മുജാഹിദിനെ പ്രസംഗിക്കുന്ന എനിക്ക് അഭിമുഖത്തെ വർത്തകവും മഹാനവர்கள் എന്നെ വിളിച്ചു, നീ ഞങ്ങളുടെ കൂടെ സദസ്സയിൽ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ എനിക്ക് കരുതുന്നത് എതിരായിരുന്നു നിന്നോട് ഞങ്ങളെ തമ്മിൽ ആ വ്യക്തിക്കാരുടെ ഒന്നും കടക്കുന്നില്ല. ഇതെല്ലാം ചോദിക്കുന്നവർ ആദ്യം ഇതൊക്കൊന്ന് സമസ്തയുടെ ചരിത്രം ഒന്ന് വായിച്ച് നോക്കുകയോ ചോദിച്ചു പഠിക്കുകയോ ഒക്കെ ചെയ്താൽ സമസ്തകാരിലെ ജമിയത്തുലമയുടെ സംഭവങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയാൽ ഈ വക ചോദ്യങ്ങളൊന്നും വരില്ല. എന്താണ് ഈ സമസ്ത എന്നറിയാത്ത ചിലർ സമസ്തയെക്കുറിച്ച് പഠിക്കാൻ നിന്നാൽ പറയാൻ നിന്നാൽ അങ്ങനെയൊക്കെ തന്നെയാണ്. എനിക്ക് വർത്തകവും മഹാനവர்கள் എന്നെ വിളിച്ചു, നീ ഞങ്ങളുടെ കൂടെ സദസ്സയിൽ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ എനിക്ക് കരുതുന്നത് എതിരായിരുന്നു നിന്നോട് ഞങ്ങളെ തമ്മിൽ